ഹലോ, ഇന്ന് നമുക്കൊരു മത്തൻ പായസമാക്കിയാലോ? ഇത് നല്ല മൂത്ത മത്തൻ എടുക്കട്ടോ. ശർക്കര പായസം കേട്ടോ ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമ്മൾ മത്തനെ നല്ല വലിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ഇതാ കുക്കറിലോട്ട് ഇട്ടെടുത്ത് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ നമുക്കിത് വേവിച്ചെടുക്കണം. കുക്കറിലിട്ടൊരു 3 വിസിലടിച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2-ാം പാലിൽ നിന്ന് കുറച്ച് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ അപ്പോൾ ഇതാ 2-ാം പാലിൽ നിന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് നല്ലൊരു 3 വിസിലടിച്ചിട്ട് ഒന്ന് നല്ല വേവിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് ഇങ്ങനെ നല്ല ഉടച്ചു കൊടുത്താൽ മാത്രം മതി കേട്ടോ. മിക്സിയിലിട്ട് അടിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. നല്ല ഉടഞ്ഞ് കിട്ടും. പിന്നെ മത്തൻ പായസം ഉണ്ടാക്കാൻ സിമ്പിളാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഞാൻ പായസം ഉണ്ടാക്കാനുള്ള പാത്രത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്ന 2-ാം പാലും കൂടി ചേർത്ത് ഈ മത്തനൊന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. കുറുക്കി നല്ല സെറ്റായി വരണം. ഞാൻ പിന്നെ ഈ പായസത്തിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ ആരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ പായസത്തിൻ്റെ ടേസ്റ്റ് കിട്ടില്ല. നമ്മൾ ചില പായസങ്ങളിൽ നമ്മൾ ഉപ്പ് ചേർക്കാറില്ല. അപ്പോൾ ഇതിൽ ലേശം ഉപ്പ് ഇട്ട് കൊടുക്കണം. എന്നാലാണ് ആ മധുരം ഉപ്പും കൂടി ഒന്ന് ബാലൻസ് ചെയ്താൽ പായസം നല്ല ടേസ്റ്റ് ആവും. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് സാബൂനരിയാണ് കേട്ടോ. ഒരു 100 ഗ്രാം സാബൂനരിയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അത് നല്ല വേവിച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം ഒന്ന് തള വന്നതിന് ശേഷം നമ്മൾ ശർക്കരപ്പൊടിയാണ് കേട്ടോ അവിടെ ചേർക്കുന്നത്. ശർക്കരപ്പൊടി നമ്മൾ മധുരത്തിന് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ ശർക്കര പായസം കുറച്ച് ശർക്കര പായസം മധുരം പായസത്തിൽ എപ്പോഴും എനിക്ക് കുറച്ച് മധുരം വേണം. അപ്പം ഞാൻ എന്താ കുറച്ചും കൂടി മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ശർക്കര പാനി ആയാലും കുഴപ്പമില്ല. പാനി ആകുമ്പോൾ കുറച്ചും കൂടി ടൈം പിടിക്കും. നമ്മൾ ആ പാനി ഒഴിച്ചൊന്ന് കുറുകി സെറ്റായി വരാം. ഇതിപ്പോൾ ഇതാ കുറച്ച് ടൈം കൊണ്ട് തന്നെ നല്ല കുറുകി ശർക്കരയും മത്തനും അതൊക്കെ പാടൊന്ന് നല്ല സെറ്റായി വന്നതിന് ശേഷം നമ്മളിതാ 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. 1-ാം പാൽ ഒഴിച്ച് ഇനി നമ്മൾ പായസത്തിന് അധികം പണിയില്ല. ഇനി ഇതധികം വല്ലാണ്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഏലക്കായ നല്ല പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഞാൻ 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ല പൊടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് ഒരു നേരത്തെ ചൂടായാൽ മതി. നേരി തിള വരണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇനി അതിലേക്ക് നമ്മളിതാ തേങ്ങാക്കൊത്ത് വറുത്ത് ഇട്ട് കൊടുക്കുകയാണേ. തേങ്ങാക്കൊത്ത് വറുത്തതും അണ്ടിയും മുന്തിരിയും കൂടി അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി വറുത്തതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മൾ പായസം ഇവിടെ റെഡി. അപ്പം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഓണത്തിനൊന്ന് എല്ലാവരും ഒന്ന് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. നല്ല ടേസ്റ്റാണ്. പപ്പടവും പഴമൊക്കെ കൂട്ടി കഴിക്കാനും അടിപൊളി പായസമാണ്. അപ്പം തയ്യാറാക്കാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി വെക്കുക. അപ്പോൾ നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഒന്ന് ഫോളോ ചെയ്യുകയൊക്കെ ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ പായസത്തിൻ്റെ പണികൾ. ഇവിടെ ഞങ്ങൾക്ക് പായസം ഉണ്ടാക്കിയിട്ട് തികഞ്ഞില്ല കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു പായസത്തിന്. അപ്പം ഈ മത്തനല്ലേ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊന്നും വിചാരിച്ച് ആരും ഉണ്ടാക്കി നോക്കാതിരിക്കരുത് കേട്ടോ. മത്തനാകുമ്പോൾ നമുക്ക് എളുപ്പം റെഡിയായി കിട്ടും. മറ്റുള്ള പായസത്തിൻ്റെ മാതിരി കുറേ ടൈമൊന്നും വേണ്ട ഈ പായസം ഉണ്ടാക്കാൻ. അപ്പോൾ അത് നമ്മൾ പായസമൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാനത് അണ്ടിയും മുന്തിരിയും ഒക്കെ വറുത്തതും തേങ്ങാക്കൊത്ത് വറുത്തതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമ്മളെ പായസം ഇവിടെ സെറ്റായിട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അത് പായസമൊക്കെ ഞങ്ങൾ കുടിക്കാൻ വേണ്ടിയിട്ട് ചൂടോടെ തന്നെ എല്ലാവർക്കും ഞാൻ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ.